അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മൗലികമായൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കഴിയുന്നത് വരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുവാനോ ആദരിക്കുവാനോ ബഹുമാനിക്കുവാനോ സാധിക്കാത്ത രൂപത്തിൽ മാതാപിതാക്കൾ സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബന്ധങ്ങളുടെ പവിത്രതയും മാതാപിതാക്കളോടുള്ള ബാധ്യതകളും വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ സറഹു അയ്യബ്സുത ലഹു ഫീ റിസ്ഖിഹി, ആരുടെയെങ്കിലും റിസ്ക് വിശാലമായി കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും വെള്ളം, വായു, ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതെല്ലാം റിസ്ക്കാണ്. ഈ റിസ്ക് വിശാലമായി കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, വയുവസ്സഅ ലഹു ഫീ ഉംരിഹി, ആരുടെയെങ്കിലും ആയുസ് ദീർഘിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലിയുദ്ഫഅ അൻഹു മീതതസ്സു, മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫല്യത്തഖില്ലാ, അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. വല്യസിൽ റഹിമഹു, അവനവന്റെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ. കുടുംബ ബന്ധത്തിന് ഇത്രയും പ്രാധാന്യമുള്ളതായി നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് വേണം ഈ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. കുടുംബ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെടേണ്ടത്, ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ, നിരവധി അനവധി സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നതായി കാണാം. ഒന്ന്, സൂറത്തു നിസായിലെ 36-ാമത്തെ വചനം, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. 1. 2, അൻകബൂത്തിലെ 8-ാമത്തെ വചനം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈനി ഹുസ്ന. 3, സൂറത്തു ഇസ്രായിലെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണം. ഈ 3 ആയത്തുകളെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏകനായ സിട്ടാവിന് ചെയ്യേണ്ട കടമകളെ പറഞ്ഞ ഉടനെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് തൗഹീദിനോട് ചേർത്തുകൊണ്ട് മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞുവെങ്കിൽ അതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ത്? ലോകത്തുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചു. എന്ത്? മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തികമായ കാരണക്കാരൻ ഏകനായ സർവാധിനാഥനായ തമ്പുരാൻ. ആ തമ്പുരാനെ ആരാധിച്ചുകൊണ്ട് അവന് നമ്മൾ നന്ദി ചെയ്യണം. എന്നാൽ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ബാഹ്യ കാരണക്കാരാരാണ്? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പ. അവരെ ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവരോട് നന്ദി കാണിക്കണമെന്ന് ലോകത്തിന്റെ സിട്ടാവ് ഈ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരുടെ പ്രാധാന്യവും അവർക്കുള്ള ശ്രേഷ്ഠതയും അവർക്ക് ഇസ്ലാം നൽകുന്ന മഹത്വവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഹബീബായ റസൂലേ, അങ്ങയുടെ കൂടെ ആയിരക്കണക്കിന് സ്വഹാബിമാർ വാളെടുത്തുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പോരാടാൻ വരുമ്പോ
ഹബീബായ റസൂലുള്ളാഹ്, അങ്ങയുടെ കൂടെ ഈ സ്വഹാബിക്കും പോരാൻ ആഗ്രഹമുണ്ട്. ഏത്? അങ്ങ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ, രക്തപങ്കിലമായ രണാങ്കണത്തിൽ ശത്രുവിനോട് പോരടിച്ച് വീരമൃത്യു മരിച്ച് ലോകത്തിന്റെ സിട്ടാവ് സംവിധാനിച്ച ആ സ്വർഗത്തിൽ ഒന്ന് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ട് അള്ളാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? മോനെ, നിന്റെ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന മാതാവും പിതാവുമുണ്ടോ? മാതാവുണ്ടോ, പിതാവുണ്ടോ? ചോദ്യത്തിന് മറുപടിയായി സ്വഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എന്റെ വീട്ടിൽ എന്റെ മാതാവുണ്ട്, എന്റെ വീട്ടിൽ എന്റെ പിതാവുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മോനെ, നീ ജിഹാദിന് വരണ്ട. നീ നിന്റെ മാതാപിതാക്കളെ സ്നേഹിച്ച്, അവരെ ആദരിച്ച്, അവരെ ബഹുമാനിച്ച്, അവരെ പരിഗണിച്ച്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരിൽ നീ ജിഹാദ് ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. എന്നാൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഈ ഒരു മഹാവേദഗ്രന്ഥത്തിന്റെ അനുയായികളായിരുന്നിട്ട് പോലും എന്റെ മാതാവിന്റെ വിഷയത്തിൽ ഞാൻ എന്ത് സമീപനം സ്വീകരിക്കുന്നു? നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഞാനും നിങ്ങളും എന്തു സമീപനം സ്വീകരിക്കുന്നു? വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളോടുള്ള കടമകൾ പറയുമ്പോൾ ഒന്ന്, അവരെ രണ്ടുപേരെയും നമ്മൾ അനുസരിച്ചേ മതിയാവുകയുള്ളൂ. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കാത്ത എല്ലാ വിഷയങ്ങളിലും നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചേ മതിയാവുകയുള്ളൂ. ആയിരക്കണക്കിന് വരുന്ന ക്യാമ്പസുകളിൽ നിന്ന് പ്രൊഫ്കോണിന്റെ സുന്ദരമായ ഈ വേദിയിലേക്ക് വന്നിരിക്കുന്ന എന്റെ സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, ഞാനൊന്ന് പറയട്ടെ, ക്യാമ്പസിലെ ഇടകലർന്ന ജീവിതത്തിനിടയിൽ മുളച്ചു പൊന്തിയ സ്നേഹവുമായി പഠന പൂർത്തീകരണത്തിന് ശേഷം നമ്മൾ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ, സ്വന്തം മാതാവ് എതിര് നിൽക്കുമ്പോൾ, സ്വന്തം പിതാവ് എതിര് നിൽക്കുമ്പോൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് ഞാനും നിങ്ങളും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യനായ ഉമർ റളിയല്ലാഹു അൻഹു പൊന്നാര മകനോട് പറഞ്ഞു, മോനെ, നിന്റെ ഭാര്യയെ നീ ത്വലാഖ് ചൊല്ലണം. ഏത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക ജീവിതത്തിന് ഈ ഭാര്യ തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹു അൻഹു പൊന്നാര മകനോട് പറഞ്ഞു, മോനെ, ഈ ഭാര്യയെ ത്വലാഖ് ചൊല്ലണം. സ്വന്തം മകൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ തലാഖ് ചൊല്ലില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. എവിടേക്കാണെന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിലേക്ക്. അവിടെ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് കാര്യങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇബ്നു ഉമർ, നിന്റെ പിതാവ് പറഞ്ഞതുപോലെ നിന്റെ ഭാര്യയെ നീ അവളെ ത്വലാഖ് ചൊല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്യാമ്പസുകളിൽ ഇടകലർന്ന ജീവിതത്തിൽ മൊട്ടിട്ട പ്രണയങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പിതാവിനത് ഇഷ്ടമില്ലെങ്കിൽ, എന്റെ മാതാവിനത് ഇഷ്ടമില്ലെങ്കിൽ, ലോകത്തിന്റെ സിട്ടാവിനത് ഇഷ്ടമില്ലെങ്കിൽ അതൊഴിവാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. വന്നുകൊണ്ട് ചോദിക്കുന്നു, ഞാനൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, സുന്ദരിയായ പെണ്ണാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ, ആ പെണ്ണിനെ നീ ത്വലാഖ് ചൊല്ലണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഉമ്മ പറയുന്നു, മോനെ, ആ പെണ്ണിന്റെ കൂടെ നീ ജീവിക്കാൻ പറ്റൂല, നിന്റെ ഇസ്ലാമിക ജീവിതത്തിന് അവളൊരു തടസ്സമാണെന്ന് സ്വന്തം മാതാവ് പറയുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറയുന്നതായി ഞാൻ കേട്ടതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യ കവാടമാണ് എന്റെ വീട്ടിലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. സ്വർഗ്ഗത്തിന്റെ മധ്യ കവാടമാണ് എന്റെ വീട്ടിലെ എന്റെ പ്രിയപ്പെട്ട വാപ്പ. എന്നിട്ട് പറയുന്നു, ഫഇൻ ശിഅത
നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ അത് നഷ്ടപ്പെടുത്തിക്കോ. അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നീ അതിനെ സംരക്ഷിച്ചോ. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങളുടെയും ഒക്കെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ? ലോകത്തിന്റെ സിട്ടാവ് ഒരുക്കി വെച്ച, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ഇന്നുവരെ നിർവചിക്കാൻ കഴിയാത്ത അനിർവചനീയമായ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കണമെന്നല്ലേ? എങ്കിൽ അവർ നമ്മുടെ മാതാപിതാക്കൾ സ്വർഗത്തിലേക്കുള്ള മധ്യകവാടമാണെങ്കിൽ അവരെ ധിക്കരിക്കുന്ന, അവരെ അനുസരണക്കേട് കാണിക്കുന്ന, അവരെ അനാദരിക്കുന്ന ഒരു പ്രവർത്തനം എന്റെയും നിങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. എന്റെ സഹോദരങ്ങളെ, തിരിച്ചു വരേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ആദരിക്കണം, നമ്മൾ ബഹുമാനിക്കണം, നമ്മൾ സ്നേഹിക്കണം. എത്രത്തോളം? എന്റെ ഭാര്യയേക്കാൾ, എന്റെ മക്കളേക്കാൾ, എന്റെ മറ്റാരേക്കാളും എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പ. വാപ്പയുടെയും ഉമ്മയുടെയും ഇടയിൽ ഞാൻ ഏറെ സ്നേഹിക്കേണ്ടത്, ലോകത്തിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മാതാവിന്റെയും പിതാവിന്റെയും ഇടയിൽ ഞാൻ ഏറെ സ്നേഹിക്കേണ്ടത് എന്റെ ഉമ്മയെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? മൻ അഹഖു ബിഹുസ്നി സുഹ്ബതി. അല്ലാഹുവിന്റെ റസൂൽ, ഈ ദുനിയാവിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തേണ്ടത് ആരുമായാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മുക, നിന്റെ മാതാവിനെ, സുമ്മമൻ, പിന്നെ ആരോടാ? ഉമ്മുക, നിന്റെ മാതാവിനോട്, സുമ്മമൻ, പിന്നെ ആരോട്? ഉമ്മുക, നിന്റെ മാതാവിനോട്. അവസാനമാണ് പിതാവിനോട് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ അതായിത്തീരേണ്ടതുണ്ട്. ഒരു സംഭവം ഞാൻ പറയട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക്, ഒരു സംഭവം നമുക്ക് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. ഫഖദ് ജാഅഹു റജുലുൻ, ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ഇന്നി ഖതബ്തു ഇംറഅതൻ ഫഅബത് അൻ തൻകിഹനി, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാ, എന്ത്? ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, നീ എന്നെ വിവാഹം ചെയ്യണം. ആ പെണ്ണ് വിസമ്മതിച്ചു. ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് കേൾക്കാൻ സാധിച്ചു. എന്താ കേൾക്കാൻ സാധിച്ചത്? ഞാൻ കെട്ടാൻ ആഗ്രഹിച്ച ആ പെണ്ണിനെ മറ്റൊരാൾ കല്യാണം കഴിക്കുന്നു. ഫഖിർതു, അങ്ങനെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അസൂയ മൂത്തു. ഫഖതൽതുഹാ, അങ്ങനെ ഞാൻ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരുമ ശിഷ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ കൊലപാതകിയോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? കൊലപാതകി ചോദിക്കുന്നു, അല്ല, ഞാൻ എന്ത് ചെയ്യണം? ഫഹല്ലി മിൻ തൗബ, കൊലപാതകിയായ എനിക്ക് തൗബയുണ്ടോ? ഒന്ന് ശ്രദ്ധിക്ക്, കൊലപാതകിയായ എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മുക ഹയ്യ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? എന്താ ചോദിച്ചത്? കൊലപാതകിയായ മനുഷ്യൻ ചോദിക്കുക, വഹല്ലി മിൻ തൗബ, എനിക്ക് തൗബ ഉണ്ടോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിനക്ക് ജീവിച്ചിരിക്കുന്ന ഉമ്മയുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ, എനിക്ക് ജീവിച്ചിരിക്കുന്ന ഉമ്മയില്ല. ഉടനെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുബ് ഇലല്ലാഹി അസ്സ വജല്ല, നീ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. വതഖറബ് ഇലൈഹി മസ്തതഅത, നിനക്ക് സാധ്യമായ രൂപത്തിൽ നീ നിന്റെ റബ്ബിലേക്ക് നീ അടുക്കണമെന്ന് പറഞ്ഞു. ഇതങ്ങ് കേട്ടപ്പോൾ, ഈ സംസാരം കേട്ട ഒരു സഹാബി അതാ ഇബ്നു യസാർ, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അദ്ദേഹം ഇബ്നു അബ്ബാസിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഫസഅൽതു ഇബ്നു അബ്ബാസ് ലിമ സഅൽതുഹു അൻ ഹയാതി ഉമ്മിഹി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. എന്താ ചോദിക്കുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ഇബ്നു അബ്ബാസെ, കൊലപാതകിയായ ഒരു മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചെന്താ, നിങ്ങൾ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന്? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. എന്റെ പ്രോഫ്കോണിന് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഞ്ചകങ്ങളിൽ കുറിച്ചു വെക്കേണ്ട വാചകമാണ്. എന്താണ് പറഞ്ഞതെന്നറിയോ? ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർറിൽ വാലിദ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായ, ഏറ്റവും ഉന്നതമായ ഒരു കർമ്മവും എനിക്കറിയില്ല. മാതാവിന് നന്മ ചെയ്യുന്നതിനേക്കാളും
പുണ്യമേറിയ മറ്റൊരു കാര്യവും എനിക്കറിയില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ, സംസാരത്തിന്റെ വിഷയത്തിൽ ഞാനും നിങ്ങളുമൊക്കെ എവിടെ നിൽക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അവരോട് മാന്യമായി സംസാരിക്കണം. വലാ തൻഹറുഹുമാ വലാ തൻഹറുഹുമാ വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. നിങ്ങൾ അവരോട് ചേ എന്ന് പറയുന്ന വാക്ക് പോലും പറയാൻ പാടില്ല. വലാ തൻഹറുഹുമാ, നിങ്ങൾ അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, ആഹാ, ചേ എന്ന് മാത്രം പറയാതിരുന്നാൽ മതില്ലേ, ബാക്കിയൊക്കെ പറയാം. അല്ല, ചേ എന്നത് പോലും, അത് പോലും പറയാൻ പാടില്ല. എന്നിട്ടോ വലാ തൻഹറുഹുമാ, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. ഇത് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, വീട്ടിലേക്ക് വൈകുന്നേരങ്ങളിൽ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ബൈക്കിലാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പുതിയ കാറിലാണ് വീട്ടിലേക്ക് എത്തുന്നത്. കാർ ഇറങ്ങി വീട്ടിലേക്ക് കയറി വരുമ്പോ ഉമ്മ ചോദിക്കുന്നു, മോനെ ആരാണ് മോനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത്? ഉമ്മ, എൻ്റെ സുഹൃത്താണ്, അവന്റെ വണ്ടി നിങ്ങൾ കണ്ടില്ലേ, എന്താ വണ്ടി, എന്തൊരു സൗകര്യ അവന്, ആവശ്യത്തിന് ബൈക്ക് വാഹനം എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഉമ്മ, ഞാനും തീരുമാനിച്ചു എനിക്ക് നിങ്ങളൊരു ബൈക്ക് വാങ്ങിത്തരണം. ഈ നാടുകളിലൂടെ ചെത്തിപ്പാഞ്ഞു നടക്കുന്ന യുവാക്കളുടെ കൈകളിൽ കാണുന്ന ലക്ഷങ്ങൾ രൂപ വിലമതിക്കുന്ന ബൈക്കുകൾ എനിക്കും വേണം ഉമ്മ. ഉമ്മയോട് പറഞ്ഞ് വാപ്പയോട് സമ്മതിപ്പിക്കാൻ ഉമ്മാനോട് പറയോ, ഉമ്മ നിങ്ങൾ വാപ്പാനോട് പോയി പറയണം എനിക്കും അതേപോലത്തെ ഒരു ബൈക്ക് വേണം. ഉമ്മ പോയി പറയുന്നു. പറഞ്ഞ അതേ സ്പീഡിൽ ഉമ്മ തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് പറയാ, മോന്റെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകാൻ പോകുന്നില്ല. വാപ്പ പറയുന്നു, ബിസിനസ് വമ്പിച്ച തകർച്ചയില്ല, ഇപ്പൊ വാങ്ങാൻ പറ്റില്ല, കുറച്ചു കഴിയട്ടെ, 18 വയസ്സാകട്ടെ, ഒന്ന് പക്വതയാകട്ടെ എന്ന് വാപ്പ പറയുന്നു. എന്ത് ചെയ്യും? ഞാൻ എൻ്റെ റൂമിലേക്ക് കടന്ന് എൻ്റെ വാതിലും എല്ലാം ഇങ്ങനെ അടക്കും. ആണോ? അല്ല, വാതിൽ പിടിച്ചു വലിച്ചടക്കുന്നു, മുന്നിൽ കണ്ട ടേബിള് ചവിട്ടിപ്പൊളിക്കുന്നു, കയ്യിലുള്ള പ്ലേറ്റ് വലിച്ചെറിയുന്നു, ഉമ്മാന്റെ മുഖത്തേക്ക് പോലും ചവിട്ടുന്നു, നാവിക്ക് ചവിട്ടുന്നു. സഹോദരങ്ങളെ, ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ നാടുകളിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളറിയോ, നമ്മൾ ഓരോരുത്തരും പുറത്തിറങ്ങി പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുവാദം ചോദിച്ചുകൊണ്ടാണോ നമ്മൾ ഓരോരുത്തരും പുറത്തിറങ്ങി പോകാറുള്ളത്? ഞാൻ ചോദിക്കട്ടെ, പ്രോഫ്കോണിന് ഇന്നലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എത്ര പേരുണ്ട് വീട്ടിലെ ഉമ്മയോട് കൈ കൊടുത്ത് സലാം പറഞ്ഞ് ആ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച് ഇറങ്ങിപ്പോന്നവർ എത്ര പേരുണ്ട്? സഹോദരങ്ങളെ, ആലോചിക്കാൻ പറ്റുന്നില്ലല്ലേ? ഉമ്മാന്റെ മുഖത്തൊരു ഉമ്മ വെക്കുക, ഉമ്മാന്റെ കൈ പിടിച്ച് ഒന്ന് ഷെയ്ക്കൻഡ് ചെയ്യുക പറ്റുന്നില്ലല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ് സഹോദരങ്ങളെ? ആ മാതാപിതാക്കളാണ് സ്വർഗത്തിന്റെ മധ്യ കവാടം. എന്ത് സഹിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ അവർ നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിലേകത്തേക്ക് പ്രസവിച്ചത്? നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം തന്നെ എന്താണ്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ക്ഷീണത്തിനു മേൽ ക്ഷീണമായി, പ്രയാസത്തിനു മേൽ പ്രയാസമായി അവര് നമ്മളെ ഗർഭം ധരിക്കുന്നു. ഒന്ന് നടക്കാനോ, ഒന്നിരിക്കാനോ, ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത രൂപത്തിൽ, യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രൂപത്തിൽ 9 മാസവും 10 ദിവസവും കഷ്ടപ്പെട്ട് ലേബർ റൂമിൽ ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും നുറുങ്ങിപ്പോകുന്ന വേദനകൾ അനുഭവിച്ച് ഈ ലോകത്തേക്ക് നമ്മളെ പ്രസവിച്ചിട്ട് 2 കൊല്ലം അമ്മിഞ്ഞ പാല് നൽകി ദിവസങ്ങളോളം വർഷങ്ങളോളം നമ്മളൊന്ന് വളർന്നു വലുതാകാൻ വേണ്ടി കാത്തിരുന്ന ആ പ്രിയപ്പെട്ട മാതാവിന്റെ സ്നേഹത്തിന് പകരമായി എൻ്റെ പ്രൊഫ്കോണിലെ പ്രിയപ്പെട്ടവരെ എന്താണ് തിരിച്ചു നൽകാനുള്ളത്? എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്താ മാതാവിന് തിരിച്ചു നൽകാനുള്ളത് അറിയോ? ദിവസങ്ങൾക്ക് മുമ്പ് ടിവിയിൽ വന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തൊരമ്മ, എന്താ അമ്മയുടെ സ്ഥിതി എന്നറിയോ? മുന്നിൽ കിടക്കുന്ന ശരീരം മുഴുവനും അനക്കാൻ പടിയാത്ത രൂപത്തിൽ, ശരീരം മുഴുവനും തളർന്നുപോയ തടിച്ച തലയുള്ള ഒരു ചെറിയ കുട്ടിയുടെ അമ്മയുമായിട്ടായിരുന്നു ചർച്ച. ആ കുട്ടി അവിടെ കിടക്കുന്നുണ്ട്. ആ അമ്മ പറയുന്ന വേദനയാർന്ന ചില കഥകളുണ്ട് സഹോദരങ്ങളെ. എന്താണെന്നറിയോ? ഒരു മാതാവിന്റെ വേദനകളും ഒരു മാതാവിന്റെ സ്നേഹവും ഒരു മാതാവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയും തിരിച്ചറിയണമെങ്കിൽ ഈ കഥ നിങ്ങളൊന്ന് കേൾക്കണം. ആ മാതാവ് പറഞ്ഞൊരു വാക്കെന്താ അറിയോ? എൻ്റെ മകൻ, ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് ജോലി ചെയ്യുമ്പോൾ എൻ്റെ മകൻ എന്നെ വിളിക്കും. കുറേ നേരം വിളിക്കുമ്പോൾ എനിക്ക് അവിടേക്ക് ശബ്ദം കേൾക്കുകയില്ല. അവസാനം ഞാൻ വിളി കേട്ട് എൻ്റെ മകൻ്റെ അടുക്കലേക്ക് വന്നാൽ എൻ്റെ മകൻ എന്നോട് പറയും, അമ്മേ എനിക്കൊരിത്തിരി വെള്ളം തരണമെന്ന് പറയും. അമ്മ അകത്തേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് മകന്റെ അടുക്കലേക്ക് വന്നാൽ അവൻ കാർക്കിച്ച് അമ്മയുടെ മുഖത്ത് തുപ്പും. അമ്മക്കറിയാം
ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയാ, എന്റെ മകൻ എന്നോട് ഗ്ലാസ്സിൽ ഒരു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത് എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാനാണെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ എന്റെ മകനെ സ്നേഹിക്കുന്നു, ഞാൻ എന്റെ മകനെ ആദരിക്കുന്നു, ഞാൻ എന്റെ മകനെ ബഹുമാനിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ സാധൂകരിച്ച് തരാത്തതിന്റെ പേരിൽ ചീത്ത പറഞ്ഞവർ എത്ര പേരുണ്ട്? സ്വന്തം കൂട്ടുകാരന് വേണ്ടി മാതാവിനോട് കളവ് പറഞ്ഞവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള കടമകളും മഹത്വങ്ങളും അവർക്ക് ചെയ്യേണ്ട കടമകളും വിശദീകരിച്ചാലും അവസാനിക്കാത്തതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നിങ്ങൾ നിവർത്തിയിട്ട് കൊടുക്കണം. സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ സായം സന്ധ്യയിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്കൊന്ന് സാന്ത്വനമായി, അവർക്കൊന്ന് സമാധാനമായി ഒന്ന് അടുത്തു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും സമയമുണ്ടാകണം. പ്രൊഫഷണൽ രംഗത്ത് വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെട്ടു പോകുമ്പോൾ മാതാവിനെ മറക്കാൻ പാടില്ല. സ്വന്തം ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ, സമൂഹത്തിന്റെ ഇടയിൽ മാന്യമായ ജീവിതം നയിക്കുമ്പോ പെറ്റ ഉമ്മയെ തനിക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും പ്രവാസ ജീവിതത്തിലൂടെ നേടിത്തന്ന സ്വന്തം മാതാവിനെയും പിതാവിനെയും നമ്മൾ മറക്കാൻ പാടില്ല. അവരുടെ അടുക്കലേക്ക് നമ്മളൊന്ന് ചെല്ലണം. ഈ അടുത്ത് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു സാഹചര്യം വന്നിരുന്നു. സഹോദരങ്ങളെ, എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞത് കുറച്ച് വൈകിട്ടായിരുന്നു. അവിടെ ഞാൻ എത്തി മാതാവിൻ്റെ തലയിലേക്ക് കൈവച്ച് എൻ്റെ മടിയിലേക്ക് ആ മാതാവിനെ കിടത്തി, ആ മാതാവിൻ്റെ തലയിലൂടെ എൻ്റെ കൈ ഓടിച്ച് ആ മാതാവിൻ്റെ നെറ്റിത്തടത്തിൽ ഒരു മുത്തം കൊടുത്തപ്പോ ആ കണ്ണൊന്നു വന്നൊരു കണ്ണീരില്ലേ, അതെനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. അല്ലാ, എൻ്റെ മോനെ നഷ്ടത്തിലാക്കല്ല അല്ലാ. ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും? ഉമ്മാക്കൊരു അസുഖം വരുമ്പോ, ഒരു പനി വരുമ്പോ, ഉമ്മ എന്താ പറ്റിയത്, ശരീരത്തിൽ വല്ലതും സംഭവിച്ചോ, എന്താ വേദന എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഏത് മൊബൈലിൽ ആയിരക്കണക്കിന് മെസ്സേജ് വരുമ്പോ അതിന് ലൈക്ക് അടിക്കുമ്പോ സ്വന്തം മാതാവിന്റെ മെസ്സേജ്, പ്ലീസ് കോൾ മീ, മോനെ എന്നെ ഒന്ന് വിളിക്കേ, 100-110 മിസ് കോളുകൾ ഇട്ട് മോന്റെ വിളി വിളാതെ വരുമ്പോ 12 മണിക്ക് ഉമ്മ കരയാൻ, ഉമ്മ വേദനിക്കുക വീട്ടിലിരുന്നിട്ട്. ആ ഉമ്മാന്റെ ഒരു മെസ്സേജ്, എന്താ മെസ്സേജ്? പ്ലീസ് കോൾ മീ, എന്നെ ഒന്ന് വിളിക്ക് പൊന്നാര മോനെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ ഓർക്കേണ്ടതുണ്ട്, എൻ്റെ കൂട്ടുകാരനേക്കാൾ, എൻ്റെ സുഹൃത്തിനേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളേക്കാൾ ഞാൻ ഏറെ സ്നേഹിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെയാണ്. സഹോദരങ്ങളെ, മാതാവിൻ്റെ വലിപ്പം പറയുമ്പോൾ, മാതാവിൻ്റെ മഹത്വം പറയുമ്പോൾ, അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ പറയുമ്പോൾ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയട്ടെ. സഹോദരങ്ങളെ, എൻ്റെ പ്രിയങ്കരനായ സഹോദരൻ ജാബിർ കായക്കൊടി മരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയങ്കരനായ സഹോദരൻ 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ആക്സിഡന്റ് ആയി മരിച്ചിരുന്നു. ബഹുമാന്യനായ ജാബിർ കായക്കൊടി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 37 വയസ്സുകാരനായ 3 കുട്ടികളുടെ പിതാവായിരുന്നു അദ്ദേഹം. ആക്സിഡന്റായി മരിച്ച് ആ മനുഷ്യന്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന രംഗം സഹോദരങ്ങളെ, 3 ചെറിയ പൈതങ്ങളെയും പിടിച്ച് ആ ഭാര്യ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അവർ സ്വീകരിച്ച വല്ലാത്തൊരു വേദനാജനകമായൊരു രംഗം സഹോദരങ്ങളെ. അവിടേക്ക് കടന്നു വന്നപ്പോ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആയിരക്കണക്കിന് വരുന്ന തൗഹീദിന്റെ പട്ടാളക്കാർ അവിടെ അണിനിരന്നിരുന്നു. എന്തിനെന്നറിയോ? മയ്യത്തൊരു നോക്ക് കാണാൻ, മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, മയ്യത്തിനു വേണ്ടി നമസ്കരിക്കാൻ. സഹോദരങ്ങളെ, 2.5 മണിക്ക് മയ്യത്ത് വീട്ടുമുന്നിലേക്ക് കൊണ്ടുവന്നപ്പോ ആയിരക്കണക്കിന് മനുഷ്യരെ മയ്യത്ത് നോക്കി കരയുകയായിരുന്നു. അവിടേക്കാണ് സ്വന്തം വാപ്പയെ കൊണ്ടുവരുന്നത്. വാപ്പ മയ്യത്ത് കണ്ട് വേദനിക്കുകയാണ്, മഹാപണ്ഡിതനാണ്, അതുകൊണ്ട് വേദനകൾ കടിച്ചമർത്തുന്നു. സഹോദരി വന്നു, വേദനിക്കുകയാണ്. അവസാനം വരുന്നത് നൊന്തു പ്രസവിച്ച അമ്മിഞ്ഞ പാല് നൽകിയ പ്രിയപ്പെട്ട ഉമ്മയാണ്. അവിടെ വന്ന് മകന്റെ മുഖത്ത് നോക്കി, മകന്റെ മരിച്ചു കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കി ഒരുപാട് നേരം ആ ഉമ്മ കരയുകയാണ്. അവസാനം കൂടെ നിൽക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ പൊന്നാര മോനെ, ഞാൻ അവസാനമായി ഒരു മുത്തം നൽകട്ടെ, എൻ്റെ പൊന്നു മോനെ, അവസാനമായി ഞാനൊരു മുത്തം നൽകട്ടെ. ഫ്രീസറിന്റെ മുകൾ ഭാഗം തുറന്നു കൊടുത്ത് ആ മാതാവ് മകന്റെ മുഖം പിടിച്ച് മുത്തം ചെയ്യുന്ന രംഗം
കരഞ്ഞുകൊണ്ടല്ലാതെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കാൻ കഴിയില്ല. ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മയെ ധിക്കരിക്കാൻ എങ്ങനെ കഴിയുന്നു? ഇത്രയും എന്നെ ആദരിക്കുന്ന, എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച എൻ്റെ മാതാപിതാക്കളെ എനിക്കെങ്ങനെ ധിക്കരിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെ ധിക്കരിക്കാൻ കഴിയും? നമുക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മാതാവ് വിളിക്കുകയാണ്, പ്രിയപ്പെട്ട മോനെ ഗുളിക കുടിച്ചോ, ചായ കുടിച്ചോ, ചോറ് വേയിച്ചോ. അതൊരു ശല്യമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ എവിടെ എത്തി, എവിടെ എത്തി, എവിടെ എത്തി എന്ന് ചോദിക്കുന്ന മെസ്സേജുകൾ അത് നമുക്കൊരു പ്രശ്നമല്ല. എന്നാൽ പ്രിയപ്പെട്ട മാതാവിന്റെ വിളിയാളങ്ങൾ അരോചകമായി തീരുന്നവരോട് പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലോകത്തിന്റെ സിട്ടാവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ലോകത്തിന്റെ സിട്ടാവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ തൃപ്തി നേടി സ്വർഗം നേടാനാണ് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ കൂടെ പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ ബഖിയ മിൻ ബിർരിൻ അബവയ്യ ശൈഅൻ ബഅദ മൗതിഹിമാ അബർറുഹുമാ എന്ന് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? എൻ്റെ മാതാപിതാക്കൾ മരിച്ചാൽ അവരോട് എനിക്ക് വല്ല ബാധ്യതയുമുണ്ടോ, വല്ല ഉത്തരവാദിത്തമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ. നമ്മളൊക്കെ ഈ പ്രൊഫ്കോണിന്റെ ഈ ആളിൽ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ, വളരെ സുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കൊരു ഫോൺ കോൾ വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് വരുന്നൊരു ഫോൺ കോൾ, മോനെ ഉമ്മ മരിച്ചിരിക്കുന്നു. വേദനയോടെ, സങ്കടത്തോടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മളോടും. അവിടെ കോടി ഉമ്മാന്റെ ഡെഡ് ബോഡി വീട്ടിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടാകും. അവിടെ തുണി പുതച്ചിട്ടുണ്ടാകും. ആ ഉമ്മാന്റെ ഡെഡ് ബോഡി കാണുമ്പോ, ഉമ്മാന്റെ മയ്യത്ത് കാണുമ്പോ ഇടറുന്ന കണ്ടവുമായി, കരയുന്ന കണ്ണുകളുമായി, വിറിയാർന്ന കൈകളുമായി ഉമ്മാന്റെ മയ്യത്തിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കരയും. ആ ഉമ്മാന്റെ മുഖത്തുള്ള തുണി മാറ്റി ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ഒരു മുത്തം വെക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത ചോദ്യം വരികയാണ്, മയ്യത്ത് കുളിപ്പിക്കണ്ടേ? മയ്യത്ത് കുളിപ്പിക്കണ്ടേ? മയ്യത്ത് കുളിപ്പിക്കണം. എങ്ങനെയാ മയ്യത്ത് കുളിപ്പിക്കുക? ഒരൊറ്റ ചെറിയൊരു കാര്യം പറയട്ടെ. മയ്യത്തിനെ വലത്തെ കൈയിലേക്ക് മയ്യത്തിന്റെ തല വെച്ച് ഇങ്ങനെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് വയറിങ്ങനെ ഒഴിഞ്ഞ് എല്ലാ വേസ്റ്റും പുറത്തേക്ക്, ഇടത് കൈയിൽ ശീല ചുറ്റി അത് വൃത്തിയാക്കും. ആരാ? എൻ്റെ ഉമ്മാന്റെ വൃത്തിയാക്കുന്നത്? എൻ്റെ വാപ്പാന്റെ ആരാ വൃത്തിയാക്കുന്നത്? എൻ്റെ സഹോദരിയാണോ? ഞാനാണോ? അറിയോ? ആർക്കെങ്കിലും അറിയോ? സ്വന്തം വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അന്യന്റെ മുന്നിലേക്ക് സ്വന്തം മയ്യത്തിട്ട് കൊടുക്കുന്ന ഒരു ദുരവസ്ഥ ഈ മുസ്ലിം സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. പാടില്ല. ഇവിടെ പ്രോഫ്കോണിന്റെ പരിപാടികൾ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തീരുമാനമെടുക്കണം. എൻ്റെ വാപ്പാന്റെ മയ്യത്ത് ഇല്ല, ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കൂല. എൻ്റെ ഉമ്മാന്റെ മയ്യത്ത്, പ്രിയപ്പെട്ട സഹോദരിമാരെ, തീരുമാനിക്കണം. ഇല്ല, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മയ്യത്ത് ഒരാൾക്കും വിട്ടുകൊടുക്കൂല, ഞാൻ കുളിപ്പിക്കും. നോക്കണം, മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിക്കാൻ അറിയാവുന്ന എത്ര പേർ ഈ സദസ്സിലുണ്ട്? മയ്യത്ത് നിസ്കരിക്കാൻ അറിയാവുന്നവർ എത്ര പേരുണ്ട് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക, റസൂലേ, എൻ്റെ വാപ്പയും ഉമ്മയും മരിച്ച എൻ്റെ ബാധ്യതകൾ എന്ത്? ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, എന്താണ്? ഖിസാലുൻ അർബ്, 4 കാര്യങ്ങളുണ്ട്. ഒന്ന് അദ്ദുആഉ ലഹുമാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വസ്തിഗ്ഫാർ ലഹുമാ, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. നിസ്കാരം അറിയോ? മയ്യത്ത് നിസ്കാരം അറിയോ? അറിയോ? ലോകത്ത് പഠിപ്പിക്കപ്പെടുന്ന ഏതൊക്കെ ശാസ്ത്ര ശാഖയുണ്ടോ അതൊക്കെ എനിക്കറിയാം. പക്ഷേ സ്വന്തം മാതാവിന്റെ മയ്യത്ത് മുന്നിൽ വെച്ച് അതൊന്ന് 4 തക്ബീറുകൾ ചൊല്ലി എൻ്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരവസരം ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടില്ലെങ്കിൽ എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ ജീവിതം? എന്തിനാ ഈ ജീവിതം? എന്താ അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുക? ഈ സ്നേഹത്തിന്റെ മുന്നിൽ എന്താ നമ്മൾ തിരിച്ചു കൊടുക്കുക? ഈ കാരുണ്യത്തിന്റെ മുന്നിൽ എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചു കൊടുക്കുക? നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി എനിക്ക് നിസ്കരിക്കാൻ അറിയില്ലെങ്കിൽ എൻ്റെ മാതാവിനോട് എനിക്ക് എന്താ തിരിച്ചു നൽകാനുള്ളത്? എൻ്റെ പിതാവിൻ്റെ മുന്നിൽ എനിക്ക് എന്താണ് തിരിച്ചു നൽകാനുള്ളത്? അതുകൊണ്ട് പഠിക്കണം നമ്മൾ. മയ്യത്ത് നമസ്കാരം പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരുടെ കരാറുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, മാതാപിതാക്കൾക്ക് വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ അത് കൃത്യമായി നമ്മൾ നിർവഹിക്കണം. അതിലേറ്റവും പ്രധാനമാണ് കടം.
അതിലേറ്റവും പ്രധാനമാണ് കടം. ഒരു സംഭവം ഞാൻ പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു മയ്യത്ത് കൊണ്ടുവച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലുള്ളാഹ് നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ വരൂ, നിസ്കരിക്കാൻ സമയമായി, നിസ്കരിക്കാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തിന്റെ അടുക്കലേക്ക് നടന്നെടുത്തുകൊണ്ട് സഹോദരങ്ങളെ മയ്യത്തിലേക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി ചോദിച്ചു, ലഅല്ല അലാ സ്വാഹിബിക്കും ദൈന, ഈ മയ്യത്തിന് വല്ല കടമുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ സഹാബിമാര് പറഞ്ഞു, റസൂലേ അതിന് 2 ദിർഹം കടമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മാറി നിന്നിട്ട് പറഞ്ഞു, സല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കാനില്ല. അവസാനം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ആ കടം വീട്ടിയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇപ്പോഴാണ് ആ മനുഷ്യന്റെ ഖബറിൽ അയാൾക്കൊരു സ്വസ്ഥത കിട്ടിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കടമുണ്ടായിരിക്ക പിതാവ് മരിച്ചാൽ ആ കടം വീട്ടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ആ കടം പൂർത്തീകരിച്ചു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കാനും എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ കൂട്ടുകാരെ നമ്മൾ ആദരിക്കണം. മാതാപിതാക്കളെ കൂട്ടുകാരെ ആദരിക്കണം. ആ വിഷയം വരുമ്പോൾ പലരും ഒളിച്ചു കളിയും. എന്താ, ഉപ്പാന്റെ കൂട്ടുകാരനെ ആദരിക്കണം എന്ന് പറയുമ്പോൾ 5 നേരവും പള്ളിയിൽ പോകേണ്ടി വരും, നിസ്കരിക്കേണ്ടി വരും, നോമ്പെടുക്കേണ്ടി വരും, എല്ലാവിധ നല്ല പ്രവർത്തനങ്ങളിലും മുഴുകേണ്ടി വരും. അതുകൊണ്ട് വാപ്പാന്റെ സുഹൃത്തിനെ കാണുമ്പോൾ ഒളിച്ചോടുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകരുത്. വാപ്പാന്റെ കൂട്ടുകാരെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ വാപ്പയും ഉമ്മയും മുഖേനയുമുള്ള ബന്ധങ്ങളെ ദൃഢീകരിക്കാൻ, അത് സന്ദർശിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. വാപ്പ അമുസ്ലിമാണെങ്കിൽ, ഉമ്മ അമുസ്ലിമാണെങ്കിൽ എന്ത് സമീപനം നമ്മൾ സ്വീകരിക്കണം? വിശുദ്ധ ഖുർആൻ അതിലേക്ക് വെളിച്ചം വീശി. എന്താണ് ഖുർആൻ പറഞ്ഞത്? മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ലെങ്കിൽ, ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും വലാ തുതിഉഹുമാ, ആദർശത്തിന്റെ വിഷയത്തിൽ അവൻ അനുസരിക്കേണ്ടതില്ല, ദീനിന്റെ വിഷയത്തിൽ അനുസരിക്കേണ്ടതില്ല, അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന വിഷയത്തിൽ അനുസരിക്കേണ്ടതില്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിന്റെ വിഷയത്തിൽ എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണം. അവർക്ക് ഭക്ഷണം വേണോ, വാങ്ങിക്കൊടുക്കണം. ആതുരാലയങ്ങളിലേക്ക് കൊണ്ടുപോകണം. അവരെ മടിയിൽ കിടത്തണം. അവരെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കണം. അവർക്ക് എന്ത് ആവശ്യപ്പെട്ടാലും അവർക്ക് തിരിച്ചു നൽകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 272 വചനം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ആയത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം എന്താണെന്നറിയോ? ഒരു മാതാപിതാക്കളുടെ മക്കൾ മുസ്ലിങ്ങളായപ്പോൾ കുറച്ചു മക്കൾ എന്ത് ചെയ്തു? മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളാകാതെ ഒരിക്കലും നിങ്ങൾക്ക് ഭക്ഷണം തരൂല. നിങ്ങൾ മുസ്ലിങ്ങളാകാതെ ഒരിക്കലും നിങ്ങൾക്ക് ഭക്ഷണം തരൂല. വേറെ ചില മക്കൾ എന്ത് ചെയ്തു? ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തു. എന്തിന്? അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ, ലൈസ അലൈക ഹുദാഹും, അവരെ നേർവഴിയിലാക്കാൻ നീ ബാധ്യസ്ഥനല്ല. വലാകിന്നല്ലാഹ് യഹ്ദി മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവനാണ് ഹിദായത്തിലാക്കുന്നത്. ഭക്ഷണം കൊടുക്കാതിരുന്ന് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നീ നോക്കണ്ട. ഭക്ഷണം കൊടുത്ത് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും നീ നോക്കണ്ട. കാരണം ലൈസ അലൈക ഹുദാഹും, അവരെ നേർവഴിയിലാക്കാൻ നീ ബാധ്യസ്ഥനല്ല. വലാകിന്നല്ലാഹ് യഹ്ദി മയ്യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. വമാ തുൻഫിഖു മിൻ ഖൈരിൻ, നിങ്ങൾ എന്തൊരു കാര്യം, എന്തൊരു നന്മ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുവോ, ഫലി അൻഫുസിക്കും, അത് നിങ്ങളുടെ നന്മക്ക് വേണ്ടി ആണ് നിങ്ങൾ ചെലവഴിക്കുന്നത്. ഈ ഒരു ബോധത്തോടുകൂടി 5 നേരവും റബ്ബിനോട് പറയാ, എന്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണമേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ മരിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു കൊല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? ജാബിർ റളിയല്ലാഹു അൻഹു ഒരു കൊല്ലത്തോളം പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ എൻ്റെ പിതാവിന് പുറത്തു കൊടുക്കണേ എന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി 5 നേരവും റബ്ബിനോട് പറയുക,
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ ദർജകൾ ലഭിക്കുന്നതിനെ പറ്റി റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് കൂടെ പറയട്ടെ. അവിടെ വെച്ച് ഒരാൾ ചോദിക്കുന്നു, അല്ലാ, ഇത്രയും വലിയ ദർജകളൊന്നും എനിക്ക് കിട്ടാൻ വലിയ അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ല അല്ലാ, എന്താ എനിക്ക് സ്വർഗത്തിൽ ഇത്രയും വലിയ ഉന്നതമായ സ്ഥലങ്ങളൊക്കെ കിട്ടുന്ന എന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുന്നു, ലിഇസ്തിഗ്ഫാരി വലദിക ലക്, മോനെ, നിന്റെ പൊന്നാര മകന്റെ പ്രാർത്ഥന കൊണ്ടാണ് സ്വർഗത്തിൽ ഇത്രയും ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കൊണ്ട് എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ ഇരിപ്പിടങ്ങൾ ലഭിക്കാൻ സാധ്യമാകേണ്ടതുണ്ട്. ആ ഒരു ബോധത്തോടു കൂടി തിരിച്ചു പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.